ഒരു ക്രിസ്റ്റൽ ഷൂവിൽ കാൽ വെച്ച് നോക്കിയപ്പോൾ എല്ലയ്ക്ക് തന്റെ കാൽവിരലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ടു. ഉടൻ തന്നെ ഒരു കത്തി ഉപയോഗിച്ച് അവൾ കാൽവിരലുകൾ അടയാളപ്പെടുത്തി. എന്നിട്ട് ഒരു മരവടി കൊണ്ട് ക്രൂരമായി അവൾ കാൽവിരലുകൾ മുറിച്ചുമാറ്റി. ആ ക്രിസ്റ്റൽ ഷൂ ധരിക്കുക എന്നതായിരുന്നു അവളുടെ ഒരേയൊരു ലക്ഷ്യം. അങ്ങനെ രാജകുമാരൻ അവളെ ശ്രദ്ധിക്കുകയും ഇഷ്ടപ്പെടുകയും അവൾക്ക് രാജകുടുംബത്തിലെ ഒരംഗമാകാൻ കഴിയുകയും ചെയ്യും. എന്നാൽ തിടുക്കത്തിൽ അവൾക്കൊരു തെറ്റുപറ്റി. അവൾക്ക് വലതുകാലായിരുന്നു മുറിഞ്ഞത്. ഇതറിഞ്ഞപ്പോൾ അവളുടെ അമ്മ ഒരു മടിയും കൂടാതെ അവളുടെ ഇടതുകാലിലെ വിരലുകളും മുറിച്ചുമാറ്റി. സ്വന്തം മകൾക്ക് രാജകുമാരനെ വിവാഹം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ ഇത് ആദ്യമായിട്ടായിരുന്നില്ല എല്ല ഇങ്ങനെയുള്ള വേദനകളിലൂടെ കടന്നുപോകുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബാൾറൂം പാർട്ടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയപ്പോൾ അവളുടെ അമ്മ അവളെ ഒരു പ്രശസ്തനായ സർജന്റെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ അവളുടെ പല്ലുകളിലെ കമ്പികൾ വലിയ പ്ലെയറുകൾ ഉപയോഗിച്ച് ആദ്യം പറിച്ചെടുത്തു. അതിനുശേഷം അവളുടെ മൂക്ക് ഒരു ചുറ്റിക കൊണ്ട് തകർത്തു. അവളുടെ മുഖം പൂർണ്ണമാക്കാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം. അവളുടെ വേദനയുടെ നിലവിളികൾ ഉയർന്നെങ്കിലും അമ്മയുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. പരിക്കേറ്റ എല്ലയെ അതേ അവസ്ഥയിൽ തന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് അയച്ചു. ടീച്ചർ അവളുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് ഒരു പ്രത്യേകതയും തോന്നിയില്ല. അതുകൊണ്ട് അവളെ പിന്നിലെ നിരയിൽ നിർത്തി. അതേസമയം അവളുടെ ഇളയ സഹോദരി അതീവ സുന്ദരിയായിരുന്നതുകൊണ്ട് മുന്നിൽ നിർത്തി. ഇത് എല്ലയുടെ ഹൃദയം തകർത്തു. എല്ലാ വേദനകളും എല്ലാ മുറിവുകളും അവൾക്ക് വീണ്ടും പുതിയതായി അനുഭവപ്പെട്ടു. എന്നാൽ ബോൾ നടക്കുന്ന ദിവസം സ്റ്റേജിന്റെ കൃത്യം മധ്യത്തിൽ അവൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അവളുടെ അമ്മ നേരത്തെ തന്നെ ഡാൻസ് ടീച്ചറുമായി സംസാരിച്ച് ജെന്നിയെ സ്റ്റേജിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിയിരുന്നു. പാർട്ടി അവസാനിച്ചപ്പോൾ എല്ലാ പെൺകുട്ടികളും അവരുടെ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ധരിച്ച് രാജകുമാരന്റെ വധുവിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങിനായി അണിനിരന്നു. ഓരോ മുഖവും ഒന്നിനൊന്ന് മനോഹരമായിരുന്നു. താമസിയാതെ രാജകുമാരന്റെ കണ്ണുകൾ എല്ലയിൽ പതിഞ്ഞു. അവളുടെ ഭാവം ശരിക്കും ആകർഷകമായിരുന്നു. രാജകുമാരന് അവളെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അവർ കൈകൾ കോർത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. എല്ലയുടെ മുഖത്ത് നേരിയ വിജയത്തിന്റെ തിളക്കം പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് ഒരു മാസ്ക് ധരിച്ച ഒരു സാധാരണ പെൺകുട്ടി കടന്നുവന്നത്. അവളുടെ വസ്ത്രങ്ങൾ ലളിതമായിരുന്നു. തിളക്കമോ ആർഭാടമോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും രാജകുമാരന്റെ കണ്ണുകൾ അവളിൽ മാത്രം പതിഞ്ഞു. അവൻ ചിരിച്ച് അവളെ നൃത്തം ചെയ്യാൻ ക്ഷണിച്ചു. ബോൾറൂമിലുള്ള എല്ലാവരും അവരെ നോക്കിയിരുന്നു. ഉള്ളിൽ എല്ലയ്ക്ക് അസൂയ തോന്നി. അവളുടെ എല്ലാ മുറിവുകളും എല്ലാ ത്യാഗങ്ങളും പെട്ടെന്ന് അർത്ഥരഹിതമായി തോന്നി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തുവന്നത്. ആ മാസ്ക് ധരിച്ച പെൺകുട്ടി എല്ലയുടെ ഇളയ സഹോദരി ജെന്നി അല്ലാതെ മറ്റാരുമായിരുന്നില്ല. ഇത് കണ്ടയുടൻ എല്ലയുടെ ദേഷ്യം വർദ്ധിച്ചു. ജെന്നി പേടിച്ച് ഓടിപ്പോയി. രാജകുമാരൻ ഇപ്പോൾ അവളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നതുകൊണ്ട് അവളുടെ പിന്നാലെ ഓട്ടി. പക്ഷേ അവളെ പിടിക്കാൻ കഴിഞ്ഞില്ല. നഷ്ടപ്പെട്ട ഒരു ഷൂ മാത്രമേ അവന് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജകുമാരൻ പ്രഖ്യാപിച്ചു, ഈ ഷൂ ആർക്ക് പാകമാകുന്നുവോ അവൾ എന്റെ രാജ്ഞിയാകും.